നമ്മുടെ കേരളം തന്നെ വലിയ കുതിച്ചുചാട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഒന്നുകൂടി വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അമേരിക്കയെപ്പോലെ യൂറോപ്പിനെ പോലെ നമ്മുടെ ഈ കൊച്ചു കേരളം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ പറയുകയല്ല. അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ നമ്മുടെ ഈ മദ്രസകളിൽ പഠിക്കുന്ന പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ അവിടുത്തെ സ്കൂളുകളിലാണ് പഠിക്കുന്നത്. ഏതായാലും പ്രായം കൊണ്ടാണ് ഞാൻ താരതമ്യം ചെയ്യുന്നത്. നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന ഈ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ അമേരിക്കയിലും യൂറോപ്പിലും ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകും, പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ബോയ് ഫ്രണ്ട്സ് ഉണ്ടാകും. മാത്രമല്ല, സ്കൂൾ ബാഗുകളിൽ പ്രധാനമായി അവർ കരുതുന്നത് പാഠപുസ്തകങ്ങളെക്കാൾ ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ തോക്കടക്കമുള്ള ആയുധങ്ങളോ ആണ്. ഇതൊക്കെ ഒരു കാലത്ത് യൂറോപ്പിലും അമേരിക്കയിലും മാത്രമായിരുന്നു എങ്കിൽ അവിടെ അത് സർവ്വസാധാരണമായതിനാൽ ഇന്ന് വാർത്ത അല്ലാതായിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. എന്നാൽ നമ്മുടെ നാട്ടിലും ഈ സ്കൂൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ മദ്രസ കുട്ടികൾ എന്നുകൂടി പറയേണ്ട ആവശ്യമില്ല. കാരണം അവരുടെയൊക്കെ ഏജ് റേഞ്ച് ഏതാണ്ട് സെയിം ആണല്ലോ. അപ്പം നമ്മുടെ നാട്ടിലും ഈ പ്രായത്തിലുള്ള അഥവാ നമ്മുടെ മുന്നിൽ വരുന്ന ആ കുട്ടികൾ ലഹരിയുടെ ഉപയോക്താക്കളായും ലഹരിയുടെ കാരിയർമാരായും ലഹരി മാർക്കറ്റ് ചെയ്യുന്നവരായും മാറുന്നുണ്ട് എന്നതിനു പുറമെ നേരത്തെ പറഞ്ഞ ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും ഒക്കെ ഇന്ന് ചെറിയ സ്കൂളുകളിൽ വരെ നമ്മുടെ നാട്ടിലും ആ ഒരു കാഴ്ചപ്പാടും ആ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പും ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇന്നലെ നമുക്ക് ലഭിച്ച വാർത്ത 9ാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയെ